മഹാരാജ ഹോസ്റ്റൽ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട് അഖിൽ NRD, അഖിൽ ഷാ, സന്ദീപ് SP, മ്യൂസിക് ഡയറക്ടർ അശ്വിൻ റാം. എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കണ്ടിരുന്ന മുഖങ്ങളാണ്. അതൊരു ബിഗ് സ്ക്രീനിലൂടെ വരുമ്പോൾ പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷയുമായിട്ടായിരിക്കും തിയേറ്ററിലേക്ക് എത്തുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ എത്ര മാത്രമുണ്ട്? എനിക്കൊന്ന് അഖിൽ ഷായിൽ നിന്ന് തുടങ്ങാം. പ്രൗഡാണ്, പിന്നെ ഭയങ്കര എക്സൈറ്റഡാ. കാരണം ഇത് ഒരു ഹൊറർ കോമഡി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജേണറാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഏറെക്കുറെ ഇഷ്ടപ്പെടുന്ന ഒരു ജേണറാണ് ഈ ഹൊറർ കോമഡി. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്ത് കാണും. എല്ലാവർക്കും, കുട്ടികളായിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ, എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ ഒരു ഹോസ്റ്റലുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണെന്ന് പറയാം. അപ്പൊ നമ്മൾ ഹോസ്റ്റൽ സിനിമകൾ ഇപ്പൊ അടികപ്പിയാരെ കൂട്ടമടി മുതൽ ഇപ്പൊ പ്രകമ്പനം വരെയൊക്കെ എത്തി നിൽക്കുമ്പോൾ അതിൽ നിന്നും എങ്ങനെയാണ് ഈ ഹോസ്റ്റൽ വ്യത്യസ്തമാകുന്നത്? അത് അല്ല, സാധാരണ ഈ പറഞ്ഞോട്ട് പേടിയേക്കും ആൾക്കാരേക്കും ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട മാത്രം കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഹൊറർ തോട്ട് പറയുന്നൊരു കഥയുള്ള ഒരു ഫിലിം തന്നെയാണിത്. അപ്പം അങ്ങോട്ടേക്ക് കണക്ട് ചെയ്തൊരു ഫാക്ടർ മാത്രമാണ് ഈ ഹോസ്റ്റൽ. അങ്ങനെ പോകുന്ന ഈ പറഞ്ഞാൽ അതായത് അതിനകത്ത് കോമഡി ഉണ്ട്, ഹൊററുണ്ട്, ചെറിയ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ചെറിയ രീതിയിൽ ലവ് ഉണ്ട്, എല്ലാം ഉള്ള ഒരു കോർത്തിണങ്ങിയ ഒരു ചെറിയ ബ്യൂട്ടിഫുൾ മൂവി. ഈ കോളേജും ഹോസ്റ്റലും രണ്ടും വരുന്നുണ്ട് അല്ലേ? കോളേജ് ലൈഫും ഹോസ്റ്റലും എല്ലാം വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഈ ട്രെയിലറിൽ തന്നെ കാണുമ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഈ വാഴ 2 നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ഉണ്ടാകുന്ന അതേ ഒരു ഫീല് തന്നെയാണ് നിങ്ങളെയും ആ ട്രെയിലറിൽ കണ്ടപ്പോൾ. അപ്പൊ അത്രമാത്രം പ്രതീക്ഷയുണ്ട് പ്രേക്ഷകർക്കും. അത്രയും പ്രതീക്ഷ നമുക്ക് ഇത് പ്രതീക്ഷയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് ആഗ്രഹങ്ങളില്ല, ചെറിയ പ്രതീക്ഷ വന്നിട്ട് എന്തെങ്കിലും സംഭവം കിട്ടുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. കമ്പയർ ചെയ്യാനും പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സോഷ്യൽ മീഡിയ ഫേസ് നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു പ്രതീക്ഷയാണ് നിങ്ങളിലേക്കും വെക്കുന്നത്. ആദ്യത്തെ സിനിമ എനിക്കൊന്ന് അതിന് മുൻപ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ? അതിനുശേഷം ഉള്ളൊരു സിനിമ എങ്ങനെയുണ്ട്? ഇവർക്കൊപ്പമുള്ള നിങ്ങൾക്കിടയിൽ ഒരു സൗഹൃദം ഉണ്ടെന്ന് അറിയാം. പക്ഷെ അത് ഈ സിനിമയിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം കൂട്ടായി ആ സൗഹൃദം, ഒപ്പം ആ ഒരു സിനിമയിലെ ഒരു എക്സ്പീരിയൻസും കൂടി എന്ന് പറയും. സത്യത്തില് ഇവര് ഓൾറെഡി എല്ലാവരുമായിട്ട് മെസ്സേജ് ഇവനായിട്ടൊന്നും മെസ്സേജ് വെച്ചിട്ടൊന്നുമില്ല, അഖിലായിട്ട് ഓൾറെഡി മെസ്സേജ് ചെയ്യാറുണ്ട്. പക്ഷെ സിനിമയിൽ എല്ലാവരും കണ്ടപ്പോ നമ്മൾ ഓരോരുത്തരെയും വീഡിയോ കാണുമ്പോൾ എങ്ങനെയാത്ത ക്യാരക്ടർ ആയിരിക്കും, പക്ഷെ അതിൽ നിന്നെല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നില്ല ആൾക്കാർ. എല്ലാരും ഭയങ്കര കമ്പനിയാണ്. ഷാമോനെ കുറിച്ച് ഞാൻ ചിന്തിച്ചതേ അല്ല, ഷാമോന്റെ റിയൽ ലൈഫിൽ പഞ്ചപാവ. പിന്നെ അഖില് ഞാൻ കുറച്ചും കൂടി ഭയങ്കര സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് പറയും. ആണല്ലേ? പക്ഷെ അത് നമ്മള് റീൽസിലൊന്നും കണ്ട പറയില്ല കേട്ടോ. പിന്നെ സിനിമ കുറച്ചുകൂടി പക്വത മെച്ചുവേർഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? എന്റെ ഉള്ളിൽ അങ്ങനെ മെച്യൂരിറ്റി കുറച്ച് കൂടുതലാണോ എന്ന് എനിക്ക് ഉണ്ട്. മെച്ചുവേർഡ് ആണ്. അല്ല, എന്റെ ഉള്ളിൽ എന്റെ ശരിക്കും ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ്. പക്ഷെ ഇത് പല ടൈമിൽ ഞാൻ ഫേക്ക് ചെയ്യാൻ ശ്രമിക്കാറ്. ലൈക്ക് ഞാൻ ചാടി കളിക്കുന്ന ആളാണ്. ചില ഇന്റർവ്യൂലൊക്കെ ഞാൻ കുറച്ചുകൂടെ ഫണ്ണി ആയിട്ടൊക്കെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു നേരത്തേക്ക് വരത്തുള്ളൂ. പിന്നെ ഞാൻ പഴയ പോലെ ഞാൻ തന്നെ നോർമലാവും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ സിനിമയിൽ ഞാൻ നേരത്തെ ചെറിയ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, വേറൊരു സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പകുതിക്ക് മുമ്പ് ഞാൻ അങ്ങനെ വിചാരിച്ചു എല്ലാ പടവും ഇങ്ങനെയൊക്കെ ആയി പോണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന അപ്പോഴാണ് അങ്ങനെ ഈ പടം വന്നത്. അപ്പം എല്ലാ ആൾക്കാരും ആദ്യത്തെ ഒരു ദിവസത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആൾക്കാരായിട്ടൊന്ന് സെറ്റായി. പിന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ തന്നിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്ററാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ എപ്പോഴും ക്യാരവാനിൽ നിന്ന് കഴിഞ്ഞ സിനിമയിൽ ആഗ്രഹിച്ചുള്ള ഒരു ക്യാരവാനൊക്കെ എന്നാ ഇനി കിട്ടുന്ന എന്നിട്ട് നോക്കിയപ്പോൾ തൊട്ടടുത്ത പടത്ത് മഹാരാജയില് ക്യാരവാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നമ്മള് വെളിയിലോട്ട് ഇറങ്ങും, ഈ പുള്ളി വരും, നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റർ വരും. അജിത് മേനോന്റെ ഇതാണ്, സീനിയർ ആണ്. അപ്പൊ ഇതില് ഇന്നൊരു ക്യാരക്ടർ പിടിക്കും, ഇന്നൊരു പിടിക്കണം. അത് എപ്പോഴും എന്താണെന്ന് അറിയണ്ട, പുള്ളി കസാലയിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതാണെന്ന് അറിയാം. ഞാൻ ഇറങ്ങുമ്പോഴൊക്കെ ഓടി വരും ഒരു പേപ്പറും പേനായിട്ട്, ഇറങ്ങാൻ കാത്തിരിക്കുന്നു. ഇടയ്ക്കൊക്കെ ചായ കൊണ്ട് ഞാൻ പയ്യെ മുന്നെങ്കിലും വരും, ടെൻഷനാക്കാം. അതുവരെ പേടിയൊന്നുമില്ല, കൂളായിട്ട് നിൽക്കും. പുള്ളി ഒന്ന് ഇങ്ങനെ പറഞ്ഞു തരുമ്പോ പേടിച്ചു. പിന്നെ ഡയറക്ടർ അല്ല, പുള്ളി പക്ഷെ കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ. മീറ്റർ എടുത്തിട്ട് പറഞ്ഞു തരും. ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞാടാ ഇത് മതി എന്ന് പറയാം. മറ്റേ ഇങ്ങനെ ഒലിച്ചു പോയല്ല ഉണ്ടായിരുന്നതല്ല. പിന്നെ ഡയറക്ടർ സാറ് പുള്ളി ചാരു സാറ് ഭയങ്കര ഇംഗ്ലീഷാണ്, അതുകൊണ്ട് മലയാളം ഞാൻ അതുകൊണ്ട് പുള്ളിയുടെ സംസാരിച്ചിട്ടില്ല. പുള്ളിയുടെ വിചാരം ഞാൻ എനിക്ക് എന്തോ ഭയങ്കര പ്രശ്നമുള്ളത് എനിക്ക് അറിഞ്ഞൂടല്ലോ പറയാൻ, തിരിച്ചു പറയാനുള്ള ഇംഗ്ലീഷ്. എന്റെ അടുത്തൊന്ന് പറഞ്ഞു തരും, ഇന്നതാണ് സീൻ എന്നൊക്കെ പറയും. ഞാൻ അറിയാന്നുള്ളത്
സാർ, എന്നിട്ട് DOP ചേട്ടനെ വിളിച്ച് ചോദിക്കും എന്തുവാ പറഞ്ഞേ? എന്താ അപ്പം പറയും ഇതാണ് കാര്യം. പക്ഷെ ലാസ്റ്റ് പുള്ളി മലയാളം പഠിച്ചു. സ്വാഭാവികം, നിങ്ങളുടെ കൂടെ അല്ലായിരുന്നു. ഇടയ്ക്ക് ഞാൻ വിളിക്കും, എന്നാലും പേടി കൊണ്ട് വിളിക്കും, സാർ സിനിമയൊക്കെ ഏതുവരെ ആയി എന്നറിയാൻ വേണ്ടി. അപ്പം പുള്ളി മലയാളത്തിൽ പറഞ്ഞപ്പോൾ തന്നെ സന്തോഷം. അപ്പം നിങ്ങളുടെ എനിക്ക് തോന്നുന്നു ആ മിനി സ്ക്രീൻ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെയാണ് ഡയറക്ടേഴ്സ്. പക്ഷെ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് വ്യത്യസ്തമാണ് നമ്മളൊരു ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ. പ്രത്യേകിച്ച് ഒരു ഡയറക്ടർ, നമുക്ക് ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷനും ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ ആ റീൽസിൽ പിടിക്കുന്ന ഒരു മീറ്റർ അല്ലല്ലോ നമ്മുടെ സിനിമയിൽ വരുമ്പോൾ. അതിന് നമ്മൾ ഭയങ്കര ഒച്ചയില് സംസാരിക്കും. ഓരോ കണ്ടന്റിനും ഓരോ ടൈപ്പ് ഓഫ് സാധനങ്ങൾ നമ്മൾ ചെയ്യാം. സോ ഇതില് വരുമ്പോ നമ്മൾ ഒന്നുകൂടെ സെറ്റിലായി ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഡയറക്ടേഴ്സിന് വേണ്ട രീതിയിൽ ആ ക്യാരക്ടർ നമ്മൾ മാറണം. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ഒക്കെ. പിന്നെ 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 ഇങ്ങനെ ഓരോ ഷെഡ്യൂൾ കഴിയുന്നതോറും ഇമ്പ്രൂവ് ആയി വന്നു തോന്നുന്നു. അല്ല, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം അതാ നമ്മൾ ഈ റീലെന്ന് പറയുമ്പം 1.5 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും കാണിക്കാൻ ശ്രമിക്കും. ഇവിടെ 2 മണിക്കൂറുണ്ട്. പതിയെ നമ്മുടെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. നല്ല വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ റീലിൽ അഭിനയിക്കുന്ന കൂട്ടം ഇവിടെ വന്ന് അഭിനയിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഇവർ പറയാം അത്രയും വേണ്ട, കുറച്ച് കുറയ്ക്കാനൊക്കെ പറഞ്ഞു. ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഏത് സീനിൽ അഭിനയിച്ചപ്പോഴായിരിക്കും? ഹൊററാണോ? എനിക്ക് ഡാൻസ് അല്ല, എനിക്ക് ഡാൻസ്, റൊമാൻസ് അല്ല റൊമാൻസ് പിന്നെ നമുക്ക് ഇത്രക്കല്ല. നമുക്ക് ഡാൻസ് നമുക്ക് അറിയത്തില്ല, എനിക്കറിയില്ല, ഡാൻസ് എനിക്ക് തീരെ അറിയത്തില്ല. ഇപ്പൊ ഞാൻ ഈ സ്ക്രിപ്റ്റഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം അറിയത്തില്ല, ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. പക്ഷെ ഡാൻസ് ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും സപ്പോർട്ടിംഗ് ആണെന്ന് പറയുമ്പോൾ ഈ ക്യാരക്ടറിന് ഡാൻസ് അറിയത്തില്ല. അതുകൊണ്ട് എന്ത് കാണിച്ചു വെച്ചാലും അവിടെ ഓക്കെയാണ്. അശ്വർക്ക് എത്ര സീനെ കട്ട് ചെയ്താണ്? ഒരു ദിവസം ഫുൾ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് 2-3 സീൻ ലൂസ് ചെയ്തിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ റീടേക്ക് പോയത് ആരായിരിക്കും? ഈ ഡാൻസിന്റെ കാര്യത്തിൽ ഞാനായിരിക്കും പോയത്. ബാക്കി അല്ല, എല്ലാത്തിനും 3 ആളും അത്യാവശ്യം പോയിട്ടുണ്ട്. ഓരോ ആൾക്കാർക്ക് ഓരോ സാധനങ്ങളായിരിക്കും ബുദ്ധിമുട്ടാവുക ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഇവർക്ക് ഡാൻസ് ആണെങ്കിൽ എനിക്ക് ചില ഹൊറർ സീൻസിൽ എന്റെ ക്യാരക്ടർ ഭയങ്കര പേടിത്തൊണ്ടനാണ്. അപ്പൊ ഓവർ ഫിയർ കാണിക്കണം. അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ട സീനിന്റെ കാര്യം. അല്ല, ഇവനൊരു സീനകത്ത് അടിപൊളി സീൻ ഉണ്ട്. ശരിക്കും ജീവിതത്തിൽ പേടിയുണ്ടോ? ആ, ചെറുതായിട്ട്. അതിനെ പേടിത്തൊണ്ടെന്നല്ല, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സാധനത്തിലൊക്കെ വിശ്വാസമുണ്ട്. ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ് കേട്ടിട്ട് വിശ്വാസം. സ്റ്റോറി പറയിപ്പിക്കാൻ വേണ്ടി അവിടെ സ്റ്റോറി ഇല്ല സ്പോയിലർ ആവും. അല്ല, അതല്ല, പുള്ളിയുടെ റിയൽ ലൈഫ് സ്റ്റോറീസ് പറയും. റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് പേടിച്ചൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതൊന്ന് പറയും. അല്ല, അത് കൊറിയൻ വേണോ, ഇന്തോനേഷ്യൻ വേണോ, കൊറിയൻ വേണോ? അല്ല, ഒന്നുമല്ല, എനിക്കുണ്ടായ കാര്യം. ഞാനൊരു തിരുവനന്തപുരത്തൊക്കെ ഒരു കല്യാണത്തിന് പോയതാണ്. അപ്പൊ നമ്മള് ഏർലി മോർണിംഗിലാണ് കേട്ട് ഇല്ല, ഞാനും പ്രേക്ഷകരും കേട്ടിട്ടില്ല. അപ്പൊ നമ്മള് വെളുപ്പിന് അവിടെ എത്തിയത്. എന്റെ കൂടെ 4 പേരുണ്ടായിരുന്നു. അപ്പൊ അവര് നമുക്ക് സ്റ്റേ തന്ന ഹോട്ടലിലായിരുന്നു നമ്മള് നിന്നെ. അപ്പൊ നമ്മള് യാത്രാ ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഒരു 5-6 മണി ആ സമയത്ത് നമ്മളവിടെ എത്തിയത്. അപ്പൊ തന്നെ കുറച്ച് ഉറങ്ങിയപ്പോ തന്നെ ഞാൻ എണീറ്റ്, എന്തോ ഒരു സൗണ്ട് ആയിട്ട് എണീറ്റ് ഞാൻ നോക്കിയപ്പോ എന്റെ കാലിലോട്ട് ഒരു രൂപ ഇരിക്കുന്നുണ്ട്. ഒരു പെണ്ണെന്നാ, പക്ഷെ മുഖം ഇതൊന്നും എനിക്ക് അങ്ങനെ വ്യക്തമല്ല. നല്ല മുടി ഉണ്ടായിരുന്നു. ആ മുടി എന്റെ കാലിൽ ഇങ്ങനെ തട്ടുന്ന ഫീൽ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കടന്ന് പറക്കുക. ഇവരൊക്കെ അപ്പുറത്തുണ്ട്, ഫ്രണ്ട്സ് എല്ലാവരും അപ്പുറത്തുണ്ട്. പക്ഷെ എനിക്ക് ആരും വിളിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എങ്ങനെയൊക്കെ കണ്ണടച്ച് കടന്നപ്പോഴും ഇതിന്റെ മുടി എന്റെ കാലില് ഇങ്ങനെ തട്ടി പോകുന്ന ഫീൽ എനിക്ക് ഇങ്ങനെ വന്ന്, ശരിക്കും വന്ന്. അതായത് മുടി നമ്മുടെ കാലിൽ ഇങ്ങനെ തട്ടുമ്പോഴുള്ള ആ ഒരു ഫീല് വന്ന്. എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ മുടി അങ്ങനെ പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി സാധനം പോയിന്ന്. എന്നിട്ട് ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോ അങ്ങനെ ഒന്നുമില്ല. ശരിക്കും ഒരാള് പേടിച്ചൊരു അത് ഞാൻ ലാസ്റ്റ് ഹോട്ടലിന്റെ പേര് പറയാൻ പറ്റില്ല, മോശം. അങ്ങനെ ഉണ്ടായിട്ട് ഞാൻ രാവിലെ എണീറ്റപ്പോ, അല്ല അത് കഴിഞ്ഞ് ഞാൻ എണീറ്റിട്ട് ഞാൻ ഫ്രണ്ടിനോട് മാത്രം 4 പേരുണ്ടായിരുന്നു. ഒരാളോട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. അപ്പൊ അവൻ പറഞ്ഞത് സ്ലീപ്പിംഗ് പാരലൈസ് ആണ്, അത് അങ്ങനെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ നിനക്ക് തോന്നിയതായിരിക്കും, അല്ലാണ്ട് പ്രേതമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. നോർമലായിട്ട് എല്ലാവരും പറയുന്ന പോലെ പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ ആയിരുന്നു സ്റ്റേ. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞങ്ങൾ തിരിച്ചു പോകുമ്പോ ഞാൻ പറയാത്ത ഒരാൾ, കൂട്ടത്തെ ഒരാള് ട്രെയിനിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ പറയാന്ന്, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ട്. സ്വപ്നത്തിൽ എന്റെ കാലിലോട്ട് ഒരു പെണ്ണ് ഇങ്ങനെ വന്നിരുന്ന്, നല്ല മുടിയൊക്കെ ഉള്ള ഒരു പെണ്ണാണ്. അപ്പൊ ഞാൻ കണ്ടതും പുള്ളി കണ്ടതും സെയിം സ്വപ്നം.
ഒരേ ദിവസം ഞാൻ രാവിലെയും കണ്ടു, പുള്ളിക്കാരൻ രാത്രിയും കണ്ടു. അത് പരിചയമില്ലാത്ത ഒരാള് പറഞ്ഞാണോ അതോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആള്? ഒരാൾക്ക് തോന്നുന്നതൊക്കെ തോന്നി, ഹിന്ദിക്കാരന്മാരെ അറിയില്ല. അവൻ അത്ര കഷ്ടപ്പെട്ട് പറഞ്ഞു. എന്നെ ഞാൻ കണ്ടോ? അതെ. ഞാൻ ആദ്യത്തെ കല്യാണം എന്ന് പറയാം നൂറിൻ ഷെരീഫിന്റെ കല്യാണമായിരുന്നു. കല്യാണം നടന്നത് അൽസാജിന്റെതാണ്, പക്ഷെ സ്റ്റേ അൽസാജല്ല. കഴക്കൂട്ട ഏരിയയിൽ ഏതോ ഒരു കഴക്കൂട്ട ഏരിയയിൽ ഏതോ ഒരു ഹോട്ടലാണ് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തോന്നലുണ്ടാവും. ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞുതരാം. ശരി, ഓക്കെ. അപ്പൊ നമ്മളിവിടെ മ്യൂസിക് ഡയറക്ടറോട് ചേരുന്നുണ്ട്. എല്ലാരും ഇങ്ങോട്ട് പാവം ആളെ ഒന്ന് റിലാക്സ് ചെയ്യിക്കും. നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ടെൻഷൻ ആക്കല്ലേ? ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയുടെ ഒരു മ്യൂസിക് പാർട്ടിലേക്ക് വരുമ്പോ? 2 സോങ് റിലീസായി. ഇതിന്റെ ആക്ച്വലി ഞാൻ ഹലോ മമ്മിയില് ഒരു സോങ് ചെയ്തിട്ടുണ്ട് പടത്തില്. അപ്പൊ ആ സമയത്താണ് ആക്ച്വലി ഇവര് എന്നെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പടത്തിന്റെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ അതിന്റെ റൈറ്റർ ആയിരുന്നു രാജയായിരുന്നു എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്. പക്ഷെ ആ സമയത്ത് ഞാൻ ആ പടത്തിന്റെ തിരക്കിലായിരുന്നു. പിന്നീട് ഇത് കഴിഞ്ഞ് എന്റെ വേറൊരു ഫ്രണ്ട് വഴി ആണ് ഇതിലോട്ട് ഞാൻ എത്തിയത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഒരു വിളിച്ചിട്ട് കുറച്ച് എന്റെ റെഫറൻസ് ഫസ്റ്റ് ലൈക്ക് ഫുൾ മൂവി ചെയ്യുന്ന ആദ്യമായിട്ടുണ്ടോ, അപ്പോൾ എന്തെങ്കിലും കുറച്ച് റെഫറൻസ് ഒക്കെ ചെയ്തയച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടമായി. പിന്നെ ഫസ്റ്റ് ഒരു 3-3.5 മണിക്കൂറിൻ്റെ ഒരു കട്ട് കണ്ടു. എനിക്കും കുഴപ്പമില്ല, വർക്ക് ചെയ്യാൻ പറ്റും. ഇതിലെങ്ങനെയാ വെച്ചാൽ മെയിൻലി എന്നെ ഇൻട്രസ്റ്റിംഗ് ആക്കി തോന്നിയിട്ടില്ല. ലൈക്ക് ഹൊററിലേക്കുള്ള ഷിഫ്റ്റും സെക്കൻഡ് ഹാഫ് കുറച്ച് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആയി തോന്നി. എനിക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യാനുള്ള ഏരിയകളുണ്ട്. ഇപ്പോൾ അതിൽ റൊമാൻസ് ഉണ്ട്, ഹൊററുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ എനിക്ക് ഒന്ന് ഷോക്കേസ് ചെയ്യാൻ എനിക്ക് എൻ്റെ സ്കില്ല് ഷോക്കേസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ അങ്ങനത്തെ കുറച്ച് സ്കോർസ് ഒക്കെ ഇതിൽ കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും. പിന്നെ അത് ലാസ്റ്റ് ഒരു കുറച്ച് വേറെ ടൈപ്പ് സോങ് ഉണ്ട്, ഒരു വെറൈറ്റി കീർത്തനമൊക്കെ ഉണ്ട്. അപ്പം എനിക്കത് ഞാൻ ആദ്യമായിട്ട് അതിൽ ചെയ്യുന്നത് ഒരു ക്ലാസിക്കൽ സോങ് പോലെ. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഏരിയയും ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. സോ ഓവറോൾ അങ്ങനത്തെ ഒരു പാക്കേജ് ഉണ്ടപ്പോൾ എനിക്കത് കുറച്ചും കൂടെ അത് വർക്കായി തോന്നി. ഏറ്റവും കൂടുതൽ ടഫ് ഏത് ചെയ്യാനായിരിക്കും മ്യൂസിക് ചെയ്യുമ്പോൾ? ഹൊററിൽ തന്നെ ആയിരിക്കും? കോമഡി ഇപ്പൊ വർക്ക് ആവുകയാണെങ്കിൽ എനിക്ക് മ്യൂസിക് അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. കോമഡി വർക്ക് ആണെങ്കിൽ അവിടെ വലുതായിട്ട് മ്യൂസിക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. സപ്പോർട്ട് സീൻ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് എങ്ങനെ വെച്ചാൽ ആൾക്കാർക്കൊന്ന് എൻഗേജ്ഡ് ആയിട്ടിരിക്കണം, മ്യൂസിക് ഒന്ന്. പക്ഷെ കണ്ടിന്യൂസ്ലി ആയിട്ട് വെറുപ്പിക്കാനും പറ്റില്ല. അല്ല പഴയ പോലെ സ്ലാപ്സ്റ്റിക് കോമഡി പോലെ സൗണ്ട് അല്ലാതെ. അതിലിപ്പോ മ്യൂസിക് കുറച്ചുകൂടി ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സിനിമയിൽ കാണുമ്പോഴത്തേക്കും അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള സൗണ്ടിങ് വെച്ച് ട്രൈ ചെയ്യണം. പിന്നെ സപ്പോർട്ട് ചെയ്യും, കോമഡിക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ടാസ്ക് തോന്നില്ല. പിന്നെ റൊമാൻസും ഒന്നും വലിയ പ്രശ്നമില്ല, ഹൊററും അങ്ങനെ ടാസ്ക് ഇല്ല. കോമഡിയാണ് ഏറ്റവും പാട്. ചെയ്യാനും പാട് കോമഡിയാണ്. കോമഡി പറഞ്ഞ ചിരിപ്പിക്കാൻ ഏറ്റവും പാട്. ബാക്കിയൊക്കെ പിന്നെ നമുക്ക് ചെയ്യാന്ന് പറയാം. അത് ശരി. ബാക്കി ഏത് ആക്ഷൻസും നമുക്ക് വരും. ഒരാളെ ചിരിപ്പിക്കാൻ പ്രത്യേകിച്ച് മലയാളികൾ ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ചിരി വന്നാൽ ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കും. ചിരിപ്പിക്കാന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള നിങ്ങൾ കണ്ടിരുന്നോ? ഫുൾ സിനിമ കണ്ടില്ല? ഓരോ ഈ റാപ്പ് എന്നാണ് തുടക്കം. അപ്പൊ റാപ്പാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് അല്ലേ? ഞങ്ങളുടെ മുന്നേ വൈറലായ ഒരു വ്യക്തി, അത് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുമ്പോ വൈറലായിരുന്നു. അപ്പം ഈ റാപ്പ് ഇങ്ങനെ ഫുൾ റാപ്പുകളുടെ AR റഹ്മാൻ. അതെ, ഞാൻ ഇവിടെ വന്നപ്പോ എല്ലാരും പറഞ്ഞത് അതാ, റാപ്പുകളുടെ AR റഹ്മാൻ എന്നാണ്. പണ്ട് പിന്നെ അത് മാത്രം ചെയ്തോണ്ട് ജീവിക്കാൻ പറ്റില്ല മനസ്സിലായി. സോ അത് കണ്ടിന്യൂസ്ലി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഏരിയ ഓണം വന്നു കഴിഞ്ഞാൽ പാട്ടൊക്കെ ഉള്ളൂ. അല്ല അത് രണ്ടാമത് പിന്നീട് ഉണ്ടാക്കേണ്ട ഒരു നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല.
ലൈക്ക് ആ ഒരു സമയത്ത് ഉണ്ടാക്കാം. ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാനിപ്പോ നല്ലൊരു ബ്രേക്ക് എടുത്ത് കുറച്ചും കൂടെ പ്രൊഡക്ഷൻ ഇതായി ലൈക്ക് സ്കോറിംഗ് ഒക്കെ നോക്കി പഠിച്ച് പിന്നെയാണ് അങ്ങനെയാണ് സിനിമ പരിപാടി ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ കുറച്ചും കൂടെ ഒറിജിനൽ ട്രാക്കുകളിലോട്ട് ഇറക്കണം തോന്നി. പിന്നെ ഒറിജിനൽ ഇറക്കുമ്പോൾ എന്താ വെച്ചാൽ മാഷപ്പ് ചെയ്യുമ്പോഴുള്ള ആ ഒരു അട്രാക്ഷൻ ഒന്നും കിട്ടില്ല. കാരണം അത് ഓൾറെഡി വേറെ ആൾക്കാർ പാടിയ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഞാൻ ഒന്നും കൂടെ പാടുന്നു. അപ്പൊ ഓബ്വിയസ്ലി അതൊരു ലൈക്ക് എന്തായാലും ചിലപ്പോൾ ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനൊരു പോസിബിലിറ്റി ഒന്നുമില്ല. ഇതെങ്ങനെയാ വെച്ചാൽ നമ്മളായിട്ടുള്ള ഒരു യൂണിക് സാധനം ഇറക്കി നമ്മളത് ഹിറ്റാക്കണം. റിസ്ക് കൂടുതല. റിസ്ക് കൂടുതല. അപ്പൊ റിസ്ക് എടുത്താൽ കുറച്ച് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ സിനിമ ചെയ്യാൻ പറ്റും. അതിനുശേഷം ചെയ്യുന്ന മുഴുനീള ചിത്രം ഫുൾ സിനിമ ഇതാണ്. ഇതിനു മുന്നേ സിനിമ ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു സോങ്ങേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിൽ ട്രെയിലറും മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. ഇതില് ഫുൾ മൂവി ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുക്കണം. ഒപ്പം ചോട്ടാ മുംബൈയുടെ അതിന്റെ ടൈറ്റിൽ റീ റിലീസിന്റെ ടൈറ്റിൽ കാർഡ് ഞാൻ ചെയ്തത്. അതെങ്ങനെയാ അതിലേക്ക് വന്നത്? അതുപോലെ എന്റെ ഫ്രണ്ട് വഴി അതിന്റെ ഈ രണ്ടാമത് DA ചെയ്യുമല്ലോ ഇതിന്റെ. അപ്പൊ അവരത് ചെയ്യുമ്പോ എന്റെ ഞാൻ ഇതിനു മുന്നേ 2 കൊല്ലം മുന്നേ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ ചുമ്മാ അത് മണിയമ്പള രാജാറിന്റെ മകനാണ് തോന്നുന്നു, അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ട് അവർ ചോദിച്ചു അപ്പൊ വെക്കാൻ പറ്റും. അപ്പൊ ഞാൻ അതിന്റെ എക്സ്റ്റൻഡ് വേർഷൻ ഉണ്ടാക്കി കൊടുത്തു. അത് തിയേറ്ററിൽ വെച്ചു. അതും വലിയ സന്തോഷമായിരുന്നു അല്ലേ? പുതിയൊരു എക്സ്പീരിയൻസ്. ആക്ച്വലി രാഹുൽ രാജ് സാറിന്റെ ഒരു ക്രിയേഷൻ ആണ്. നമ്മള് റീക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. അതും റീ റിലീസ് വരുന്ന ഒരു സിനിമയുടെ ഭാഗമാവാന്ന് പറയുന്നത്. ഇനി നമുക്ക് സിനിമയിലേക്ക് വീണ്ടും ആ ഹോസ്റ്റൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഓരോരുത്തരുടെ കഥാപാത്രത്തെ കുറിച്ച് ചോദിക്കാൻ തോന്നുന്നു അല്ലേ? അപ്പൊ അഖിലിന്റെ ഈ ഒരു സിനിമയുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊന്നും പറയും. എൻ്റെ ക്യാരക്ടറിന്റെ പേര് അരവിന്ദൻ എന്നാണ്. അരവിന്ദൻ ബേസിക്കലി ഒരു ബ്രാഹ്മൺ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾക്കാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വരുന്നു. എൻ്റെ മെയിൻ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കുഴി ചാടിക്കുക ആണ് എൻ്റെ കൺവിൻസിങ്. അതെ, കൺവിൻസ് ചെയ്ത് കുഴി ചാടിക്കുക ആണ് എൻ്റെ സംഭവം. ഇനി ഇവന്റെ ഞാൻ കോളേജ് സീനിയർ ശംഭു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. റോമിയോ കോളേജ് റോമിയോ അല്ലേ? അതൊക്കെ മറ്റേ ഇറങ്ങുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാത്തിനും പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവന്റെ ആയിരുന്നു. അല്ല അങ്ങനല്ല, ഇവ നന്നായി ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തു. അല്ല നല്ല ചെയ്തു കേട്ടോ. തമാശ പറഞ്ഞല്ല, നല്ല ചെയ്തു. അല്ല സീരിയസ്ലി ക്യാരക്ടറിന്റെ പേര് വർക്കി എന്നാണ്. വർക്കി ഫ്രാൻസിസ് എന്ന് വെച്ചാൽ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു പയ്യൻ. എനിക്ക് അച്ഛനെ ഭയങ്കര പേടിയാണ്. എനിക്ക് എങ്ങനെയാന്ന് വെച്ചാല് എല്ലാം ചെയ്യണം, എല്ലാ പൊരുത്തക്കേടും ചെയ്യണം എന്ന് എനിക്ക് വീട്ടുകാരെ ഭയങ്കര പേടിയാണേനും എല്ലാം ചെയ്യും. അതിന് പറ്റിയ കുറച്ച് കൂതറ ഫ്രണ്ട്സുകളും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഷായുടെ ഒരു ഷോ നമുക്ക് ഈ സിനിമയിൽ കാണാമോ? ഷോ അഴിഞ്ഞാട്ടോ പുള്ളി പേടിക്കുന്ന സീൻസ് ഒക്കെ പുള്ളിയുടെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ തന്നെ പറയുന്നില്ല. അല്ല, റീലില് കണ്ട ഒരു അങ്ങനത്തെ ഒരു ആക്ടിങ് അല്ല അവൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ അത് നല്ലപോലെ മുൻപിൽ ആവശ്യമില്ല. കാരണം വ്യത്യാസം ഞാൻ ഇവര് 3 പേരെക്കാളും കൂടുതൽ പടം കണ്ടിട്ട് ഞാനായിരിക്കും. അപ്പൊ എനിക്ക് അങ്ങനെ കണ്ടപ്പോ തോന്നിയത് അങ്ങനെ റീൽ പരിപാടി ഇല്ല. വേറെ ചില ആംഗിളിൽ നോക്കുമ്പോ ഫഹദ് ഫാസിലിനെ പോലെ ഏത് മോളായിരുന്നു? മറ്റേതുണ്ടല്ലോ നമ്മുടെ പാലത്തില് വരുന്ന സീനില് മറ്റേ തൊപ്പിയൊക്കെ കിട്ടില്ലേ? അദ്ദേഹത്തിന്റെ അറിയോ ഇത്രയും ഭാഗം മാത്രമേ കണ്ണ് മാത്രം. ചിലപ്പോ ആയിരിക്കും കേട്ടാ, കണ്ടാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? കൊച്ചി, വാഗമൺ, ഹൈദരാബാദ്. ഇതിന്റെ പൂജ ചടങ്ങിന്റെ സമയത്താണെന്ന് തോന്നുന്നു ഇങ്ങനെ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഹോസ്റ്റലൊക്കെ പഴയ പോലെ ആക്കി അല്ലെ, ഒത്തിരി സെറ്റിലും പിന്നെ ഒരു കാട്ടിലൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വാഗമൺ നല്ല തണുപ്പുള്ള സമയം.
ഇത് ആ പോസ്റ്റർ ഇവിടെ ഇല്ല. കുഴി കിടക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ട്, കുഴി കിടക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും എനിക്ക് ടഫായിട്ട് തോന്നിയ സംഭവം. കാരണം അത്ര തണുപ്പത്ത് അവിടെ ഒരു കുഴി നിർമ്മിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അത് ടാർപ്പ് ഇട്ട് ഫ്രഷ് വാട്ടർ നിറച്ചിട്ട് അത് ചെളി നിറച്ച് ഞങ്ങൾ അതിനകത്ത് കയറി കിടക്കണമായിരുന്നു. അത് കുറച്ചു നേരമല്ലേ, 2-3 മണിക്കൂർ കുറേ സമയം കണ്ടിന്യൂസ് കിടക്കണം. ഈ വെള്ളത്തിന് പ്രത്യേകിച്ച് അഴുക്കാവേണ്ടി അത് പല ഈച്ചകൾ സംഭവമൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കാലിൽ ഇടക്കിടക്ക് ഇങ്ങനെ പോകും അതൊക്കെ. ഈ പാമ്പ് അങ്ങനെയൊന്നും അല്ല, ലൈക്ക് ചെറിയ ചെറിയ പ്രാണികളൊക്കെ. അപ്പോൾ ഒരു വല്ലാത്ത ഇതായിരിക്കും. ആ വെള്ളത്തിന് അതിന് മുങ്ങി കിടക്കേണ്ടി വന്നു. അവൻ്റെ സീനകത്ത് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്കത് നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചതാണല്ലോ. ഇപ്പോൾ എല്ലാവരുടെയും ചോദിച്ചാൽ എല്ലാവർക്കും ആരാകണമെന്ന് ചോദിച്ചാൽ എപ്പോഴും പറയും നമുക്കൊരു സിനിമയിൽ അഭിനയിക്കണം, സിനിമാ നടനാകണം, സിനിമാ നടിയാകണം എന്നൊരാഗ്രഹം. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങളിൽ അത് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ആ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ അത്രയും സ്റ്റാറായിട്ട് നിൽക്കുമ്പോൾ ബിഗ് സ്ക്രീനിൽ കാണണമെന്നും. അതുകൊണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു കഷ്ടപ്പാടൊന്നും നിങ്ങൾക്ക് വലിയ കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല അല്ലേ? കഷ്ടപ്പാടായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അതെ, കഷ്ടപ്പാട്. പക്ഷെ എന്റെ കേസിൽ സിനിമ എന്ന് പറയുന്നത് എന്റെ ഡ്രീം ഒന്നല്ല, ഇഷ്ടമാണ്. സിനിമ എൻജോയ് ചെയ്ത് കാണുന്ന ഒരാളാണ്. ഞങ്ങളെ 3 പേരെ തന്നെയാണ്. ഞങ്ങളുടെ ഡ്രീം അല്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ വന്ന് എത്തിപ്പെട്ടു, ആക്സിഡന്റലി ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ആഗ്രഹം തന്നെ വന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തുടക്കത്തിലില്ല. നമുക്ക് കിട്ടിയ പൊസിഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ ക്യാരവാനിലൊക്കെ ഇപ്പോഴേ ഇരുന്നല്ലേ നിങ്ങളുടെ ഫസ്റ്റ് സിനിമയിൽ തന്നെ ഇങ്ങനെ ക്യാരവാൻ സൗകര്യമൊക്കെ കിട്ടുമ്പോൾ ചെറിയ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലീഡ് റോൾ ഉണ്ടായിരുന്നു. പുഞ്ചിരി മുറ്റത്ത് ഇട്ടിക്കോരാണ്. പക്ഷെ അത് ഫണ്ടിന്റെ കുറച്ച് ഇഷ്യൂ കാരണം നിന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന ലീഡ് റോൾ ഇതാണ്. തന്നെ ഇതുപോലെ പറഞ്ഞ നമുക്ക് സിനിമയൊന്നും അല്ലായിരുന്നു ആദ്യമേ ഉള്ള നമ്മളുടെ ഡ്രീം എന്ന് പറയുന്നത്. ആ സമയത്ത് സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അറിയാം, നമുക്കൊക്കെ അത് ഭയങ്കര വലിയ സംഭവമാണ്. കാണാവുന്നത് ലുക്ക് വേണം. നമ്മൾ സിനിമ കാണുമ്പോൾ എല്ലാം അങ്ങനെയാണ്, ലുക്ക് വേണം, അതെല്ലാ ആൾക്കാരും വേണം. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഉള്ളൊരു വ്യക്തിയല്ല. ഞാനൊക്കെ ഭയങ്കര സ്കെൽറ്റൊക്കെ ആയിരുന്നു. കാണാൻ തന്നെ ഒരു എന്നെ അങ്ങനെ കളിയാക്കിയിട്ടുണ്ട് ഒരുപാട്. അപ്പൊ നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല സിനിമയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള കാര്യം. പിന്നെ ഗവൺമെന്റ് ജോലി മേടിക്കുക അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്ത് തുടങ്ങി, അതിൽ കുറച്ച് ലൈക്ക് കിട്ടി, അങ്ങനെ കിട്ടി. ഓരോന്നും ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യണം അങ്ങനെയാണ്. സിനിമ സാധാരണ ഞാൻ നോർമലി പോയി ചുമ്മാ പോയി നമ്മൾ എന്റർടൈൻമെന്റ് കണ്ടിട്ട് വരും. പിന്നെ ഇതിലോട്ട് ഇറങ്ങിയപ്പം ഇത് ഇങ്ങനെയാണല്ലേ ലൈറ്റിങ് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോൾ ഓരോ കാര്യങ്ങൾ കണ്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പം വന്നൊരു ആഗ്രഹമാണ്. അങ്ങനെ വന്നപ്പോൾ ആഗ്രഹിച്ച ഒരു സ്ഥലത്തെത്തി. ഇപ്പം 24 തീയതി ഇറങ്ങാൻ പോവാണ്. ഈ സിനിമയുടെ നിങ്ങൾ ഈ സിനിമയിലെല്ലാം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഈ സിനിമയിൽ നിന്ന് നിങ്ങൾ പഠിച്ചൊരു പാഠം എന്തായിരിക്കും? ഞങ്ങൾ കുറച്ച് തെലുങ്ക് വേർഡ്സ് പഠിച്ചു. തെലുങ്ക് വേർഡ്സ് പഠിച്ചു. ജ്യൂസ് കാവലി പറയില്ലേ, ജ്യൂസ് കാവലി, ജ്യൂസ് കൊണ്ടെത്താ. അതെങ്ങനെ തെലുങ്ക് ഉണ്ടോ ഈ സിനിമയിൽ? ഇല്ല, ഡയറക്ടർ ഓ ഡയറക്ടർ തെലുങ്ക്. ഓക്കെ സോറി. മാത്രല്ല പ്രൊഡക്ഷനിൽ ഞാൻ ചോദിച്ച ആ പഠനമല്ല, അല്ലാതെ നമ്മൾ ഈ സിനിമയിൽ നിന്ന് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഫസ്റ്റ് പടമാണ്. ഞാൻ എല്ലാം പഠിച്ചത് തുടക്കം ഇവിടെ തന്നെയാണ്, ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചത്. പക്ഷെ ലൈക്ക് ഇങ്ങനെ ക്യാമറ ഫ്രണ്ടിൽ നിൽക്കണം, കുറച്ച് പേടി മറച്ചെങ്ങനെ അഭിനയിക്കുക, ക്ലോസ് വെക്കുമ്പോ എങ്ങനെ പറ്റുന്ന അഭിനയിക്കുക പഠിച്ചതെല്ലാം ഇവിടെ തന്നെ. ഒരു അത്യാവശ്യം നമ്മുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും എൻ്റെ കൂടെ ഇരുന്ന് അത്യാവശ്യം എനിക്ക് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. എന്റെ ടേക്ക് എന്തായിരുന്നു അതിൽ പോകാൻ അവർ ഭയങ്കര ഓക്കെ ആയിരുന്നു. എനിക്കപ്പോ എന്തെങ്കിലും വെറൈറ്റി പരീക്ഷിച്ചാലും ഡയറക്ടർ ഓക്കെ ആയിരുന്നു, നമുക്ക് നോക്കാം, എനിക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ പുള്ളി ഓക്കെ ആണ്. അങ്ങനത്തെ ഒരു ടേക്ക് ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഫസ്റ്റ് പടത്തിൽ തന്നെ അത് കിട്ടിയത് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഫുൾ ഫ്രീഡം ഡയറക്ടർ തന്നു. കൂളായിരുന്നു ഡയറക്ടർ, അതുകൊണ്ട് നമുക്ക് ചെയ്യാനും ഭയങ്കര കംഫർട്ട് ആയിട്ട്. അല്ല ഇപ്പൊ എന്തെങ്കിലും ഞാൻ പുതിയ എന്തെങ്കിലും പരീക്ഷ കഴിഞ്ഞാൽ നമുക്ക് പേടി വരും. ഇപ്പൊ ഓക്കെ അടിക്കുമോ, വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ നിനക്കത് ഓക്കെ ആണോ അവിടെ വെച്ചോ, ഞാനൊന്നും പറയില്ല. ഇപ്പൊ ഇതില് നിങ്ങളുടെ ഒപ്പം ഒരാളും കൂടി ഉണ്ട്, ശരത്ത് അല്ലെ? ശരത്തിനെ കുറിച്ചും കൂടി ഒന്ന് പറയും. ശരത്തിന്റെ ഒരു ക്യാരക്ടറും നിങ്ങളുടെ ഒരു സെറ്റിലുള്ളൊരു ഫണ്ണും. അഖിലിന്റെ ഒരു വീഡിയോ കണ്ടു, ഈ സെറ്റിൽ നിന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു റീല്. അപ്പൊ ശരത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ചും കൂടി ഒന്ന് പറയും. ശരത്ത് നല്ല ഡെഡിക്കേഷൻ ഉള്ള ഒരു പയ്യനാണ്. കാരണം നമ്മള് ഇങ്ങനെ ഡയലോഗ്സ് ഒക്കെ തരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ശരത്താ. പറഞ്ഞു പഠിക്കും, പറഞ്ഞിങ്ങനെ പഠിക്കും, അതേപോലെ പഠിക്കും. ഞങ്ങളുടെ ഡയലോഗ് കൂടെ അവർക്ക് കാണാൻ പാടായി. അതെ, ഇത് ആക്ഷൻ എടുക്കുന്ന സമയത്ത് അവന്റെ ഡയലോഗ് അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഞങ്ങളുടെ ഡയലോഗ് ഓർമ്മ ഉണ്ടാവും. അവന്റെ ഫസ്റ്റ് സിനിമയാണ്, ഒരുപാട് ഹാർഡ് വർക്കും ചെയ്തിട്ട് തന്നെയാണ് അവനും ഇതിലേക്ക് എത്തിയത്. നന്നായി ചെയ്തിട്ടുണ്ട്. മിഥുൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്, പട്ടാളക്കാരനെ. അവരുടെ ഫാമിലി മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡായിട്ടുള്ള, അധികം സ്ട്രിക്റ്റ് ആയിട്ട് അതൊരു ഫാമിലി അവന് മാത്രമേ ഉള്ളൂ.
അങ്ങനെ അവരും ഞങ്ങളുടെ ഗ്യാങ്ങിൽ വരുന്നു, ഞങ്ങൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി വരുന്നു. ശരിക്കും നിങ്ങളുടെ സ്കൂൾ കോളേജ് ജീവിതവുമായിട്ട് ഏതെങ്കിലും സാമ്യമുണ്ടോ നിങ്ങളുടെ ഈ ക്യാരക്ടേഴ്സ്, നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കൂടെ ഉള്ളവരുടെ ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ സാമ്യമുണ്ടോ? ചെറുതായിട്ടൊക്കെ കോളേജ് സീൻസ് ഒക്കെ നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സീൻസാണ്. ഹോസ്റ്റലിലോട്ട് വരുമ്പോ ഞാൻ അങ്ങനെ ഹോസ്റ്റൽ ലൈഫ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത് അതിനെ കുറിച്ച് വല്ലാണ്ട് അറിയില്ല. അല്ല, ഹോസ്റ്റൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വാർഡ് പൂനെ പൂനെയിൽ എന്താ പറയുക, നമ്മൾ ഈ പലയിടത്തും ഈ സെയിം സാധനം പറഞ്ഞിട്ട് ഇവർക്കെല്ലാം കഥ അറിയാം. ഞങ്ങൾ മിക്സ് ചെയ്ത് കഥ പറയാം. അതെ, ഡെയിലി ഷേവ് ചെയ്യണം. പറഞ്ഞ കുറച്ച് പറ. ഡെയിലി ഷേവ് ചെയ്യണം. പിന്നെ അവിടെ മറ്റേ കൈ കൊണ്ടൊന്നും കഴിക്കാൻ എന്താ പഠിച്ചത്? മെർച്ചനേവിലായിരുന്നു. അപ്പം അവിടുത്തെ കോളേജിൽ പഠിച്ചു, അവരുടെ കമ്പനി കോളേജിൽ പഠിച്ചു. പറയാൻ പറ്റില്ല, ഇല്ല, ഫ്രീഡം ഇല്ല. ശരിക്കും ഫ്രീഡം എന്ന് പറയാൻ പറ്റില്ല. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഈ വാർഡൻ എന്നൊക്കെ പറയുന്നത് ഈ നേവി എന്നൊക്കെ റിട്ടയർഡ് ആൾക്കാരാണ്. അപ്പൊ ആ രീതിയിൽ നല്ല സ്ട്രിക്റ്റ് ഭയങ്കര ഇതായിരുന്നു. കറക്റ്റ് ടൈം എണ്ണിക്കണം, രാവിലെ ഓടാൻ വേണ്ടി പോകണം, എക്സസൈസ് ചെയ്യണം, അങ്ങനെ എല്ലാം. കിടക്കുന്ന വരെ രാത്രിയിലൊക്കെ കയറി വന്ന് നോക്കും ഉറങ്ങുവാണോ തന്നെ. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമായിരുന്നു. ഡോർ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല അവിടെ, ഒരു ഡോർ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഡോർ ലോക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അടിക്കും. പ്രൈവസി അങ്ങനെ ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ പ്രൈവസിക്ക് ബോയ്സ് മാത്രമല്ലേ ഉള്ളൂ. അവിടെ അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. കാരണം അത് നമ്മുടെ കേരളമല്ലല്ലോ, പുറംനാടാണ്, അവരുടെ കൾച്ചർ എങ്ങനെയാണ്. ഇപ്പം അതിൽ നിന്ന് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്? അത് ജോലിക്ക് പോയി, ജോലിക്ക് ഒരു രണ്ട് കൊല്ലത്തോളം ജോലിക്ക് പോയായിരുന്നു. അത് ഈ നാട്ടില് കൊറോണ ടൈം നാട്ടിൽ വന്നു. അങ്ങനെ നാട്ടിൽ വന്ന് ഇങ്ങനെ നിന്ന് ക്വാറന്റൈനൊക്കെ ഇരുന്ന് ക്വാറന്റൈൻ നിൽക്കണം 10 ദിവസം. അതിനൊക്കെ ചെയ്യുമായിരുന്നു. അത് പിന്നെ അഭിനയം എന്നുള്ളൊരിത് മനസ്സിലുണ്ടായിരുന്നു. അഭിനയം എന്നുള്ള സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആഗ്രഹമുണ്ട് അഭിനയിക്കാൻ പണ്ട് തൊട്ടേ ശ്രമിക്കുക. ഈ പറഞ്ഞ ഡാൻസിന്റെ കൂട്ടാണ് ചിലപ്പോ ഉള്ളി കളിക്കണമെന്ന് ആഗ്രഹം കാണും, പക്ഷെ കളിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ അഭിനയം, ഉള്ളി ഭയങ്കര ആഗ്രഹമുണ്ട് അഭിനയിക്കണം, ഈ പറഞ്ഞ തൊട്ട് 4 ആളെ തിരിച്ചറിയണം, ഇഷ്ടപ്പെടണം എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പൊ അതിന് ടിക്ടോക്കിൽ വീഡിയോ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെർച്ചനെ പോയ സമയത്തായിട്ട് ബാൻ ചെയ്തു. പിന്നെ തിരിച്ച് ഇതുപോലെ ക്വാറന്റൈൻ വന്നപ്പം ഇൻസ്റ്റയിൽ റീലൊക്കെ കുറച്ച് ട്രെൻഡിങ് ആയി തുടങ്ങി. റീലൊക്കെ ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങി. പിന്നെ ഇൻസ്റ്റയിൽ റീൽ ഇട്ട് തുടങ്ങി വീണ്ടും പഴയ പോലെ. അങ്ങനെ അവിടുത്തെ റീച്ചായി. യൂട്യൂബ് തുടങ്ങി, യൂട്യൂബിൽ കുറച്ച് റീച്ചായി. അപ്പോൾ ഒരു 8-9 മാസം ആയപ്പോഴത്തേക്ക് തിരിച്ചു പോകുന്ന ടൈമായി. ഞാൻ പിന്നെ കുറച്ചുകൂടെ ലീവ് ചോദിച്ചിട്ട് കുറച്ചുകൂടെ ഇങ്ങനെ നീട്ടി. അവസാനം പിന്നെ പോകാതായി. ഒരു കാര്യം കൂടി, ഇവരുടെ അഭിനയത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ പറയില്ല എന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ 4 പേരുടെ അഭിനയം സിനിമ ഫുൾ കണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരായിരിക്കും? ഹൊറർ ഏരിയയിൽ അവനായിരുന്നു, പിന്നെ കോളേജ് ഏരിയയിൽ ഇവനായിരുന്നു, പിന്നെ റൊമാൻറ്റിക് ഡാൻസ് എല്ലാവരും സംതൃപ്തിപ്പെടുത്തി. ഏത് പാട്ടെല്ലാം കേട്ടോ നിങ്ങള്? പാട്ടെല്ലാം കേട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ഏതായിരിക്കും ഇപ്പൊ? എനിക്ക് സോങ് അല്ല, എനിക്ക് മറ്റേ സാധനം ഇഷ്ടപ്പെട്ടു, മറ്റേ മ്യൂസിക് അവസാനത്തെ സോങ് ആണ്. അപ്പൊ എന്തായാലും പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കാണട്ടെ. അതിനുശേഷം ഈ പറയുന്ന നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള റീച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാർ ആക്കിയ സോഷ്യൽ മീഡിയയിലെ പ്രേക്ഷകർ തന്നെ നിങ്ങളെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾ വീണ്ടും സ്റ്റാർ ആവട്ടെ. ഒരുപാട് സിനിമകൾ നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.